ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ടോക്ക് കണ്ടു ഇന്ന്. ഞാൻ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മീൻസ് 2 വർക്ക് ഒന്നിച്ചു പോകും. കാരണം വളരെ സബ്സ്റ്റാൻഡേർഡ് ആയ ഒരു ഡിസ്കഷൻ ആയിരുന്നു. ശ്രീകണ്ഠൻ നായർ ജിയുടെ ഒരു ടോക്കില്ലേ, തമ്മിൽ അതെനിക്ക് ഒരാൾ ലിങ്ക് അയച്ചു തന്നതാണ്. അപ്പം അതിൽ കുറേ ആയുർവേദ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി, എൻ്റെ കൂടെ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സും കൂടിയിട്ട് തമ്മിലടി എന്ന് പറയില്ലേ, തമ്മിൽ ചർച്ചയല്ല, അടിയാണ്. അപ്പം അതിലെ ഒരു സ്റ്റാൻഡേർഡുള്ള അടിയല്ല, അതാണ് എനിക്ക് തോന്നി. അപ്പം അതിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് എഴുതി വെച്ചു നമുക്കതായി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സയന്റിഫിക് എന്ന് പറയുന്നെങ്കിലും സയന്റിഫിക് എന്ന് പറയണമെങ്കിൽ ക്ലിനിക്കൽ ട്രയലിൽ തെളിയിക്കപ്പെടണം. അപ്പോൾ 2019 ഒരു ഇത് വന്നു ഇത്ര മിനിസ്ട്രിയുടെ ആയുർവേദ മെഡിസിൻസിന് അങ്ങനെ ക്ലിനിക്കൽ ട്രയൽ വേണമെന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ക്ലിനിക്കൽ ട്രയൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ മെഡിസിൻ സയന്റിഫിക് അല്ല എന്നുള്ളതാണ് വാദം. അപ്പോൾ ഈ സയന്റിഫിക് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ ട്രയൽ ചെയ്താലേ സയന്റിഫിക് ആവൂ, അതും ഒരു ട്രയലാണ്, ക്ലിനിക്കൽ ട്രയൽ. അപ്പോൾ ആയുർവേദത്തിന് ഇതിനൊന്നും ആയുർവേദ ഡോക്ടേഴ്സിന് കൃത്യമായ മറുപടി കൊടുക്കാനില്ല. ആയുർവേദം സയന്റിഫിക് ആവണത് എങ്ങനെയാ? സയൻസ് ബേസ്ഡ് ആയതുകൊണ്ടാണ്. ഒരു ഡിറ്റർമിനിസ്റ്റിക് സയൻസ് ഉണ്ട് ആയുർവേദത്തിൽ. ദ നേച്ചർ ഓഫ് സയൻസ് ഇൻ മോഡേൺ മെഡിസിൻ ആൻഡ് ആയുർവേദ ആർ എൻറ്റയർലി ഡിഫറെന്റ്. മോഡേൺ മെഡിസിനിലുള്ള പോലത്തെ ഒരു സയൻസ് അല്ല ആയുർവേദത്തിലുള്ളത്. ആയുർവേദക്കാർ ഈ വെസ്റ്റേൺ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഉത്തരവില്ലാത്തത്. കോസൽ റീസണിങ് ഉണ്ട്, സിസ്റ്റം തിങ്കിങ് ഉണ്ട്. ഇതില് കോസ് മെക്കാനിസം ഇഫക്ട് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിറ്റർമിനിസ്റ്റിക് സയൻസ് ആണ് ആയുർവേദം. ലോജിക്കൽ റീസണിങ് ആണ് ആയുർവേദത്തിന്റെ ടൂള്. ഡയഗ്നോസ്റ്റിക് ആൻഡ് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് ടൂൾ എന്ന് പറയുന്നത് ശാസ്ത്രസഹിത തർക്കോ സാധനാനാം. ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് സയന്റിഫിക് റീസണിങ് ആണ്, അല്ലാതെ ഡാറ്റ റീസണിങ് അല്ല. പിന്നെ ആയുർവേദത്തിലെ ഓരോ മെഡിസിൻസും ഓരോ ട്രീറ്റ്മെന്റിനും ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഉണ്ട്. ബേസിക് ആൻഡ് അപ്ലൈഡ് ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഈ സയൻസിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ട്രീറ്റ്മെന്റിനും ഓരോ മെഡിസിനും. ക്ലാസിക്കൽ മെഡിസിൻസ് ആണ് ഞാൻ പറയണത്. ഇപ്പൊ എന്താ പറയുക, മിനിറ്റിന് പേറ്റന്റ് മെഡിസിൻസ് ഉണ്ടാവുന്നുണ്ട്, അതിന്റെ കാര്യമല്ല പറയണേ. ക്ലാസിക്കൽ മെഡിസിൻസിന് ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഉണ്ട്. അപ്പൊ സയന്റിഫിക് സ്റ്റഡി അല്ലെങ്കിൽ സയന്റിഫിക് ആവണമെങ്കിൽ ആയുർവേദത്തിലെ സയൻസ് ബേസ്ഡ് മെഡിസിൻ, ആയുർവേദിക് സയൻസ് ബേസ്ഡ് മെഡിസിൻ കൃത്യമായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം, റിസർച്ച് ചെയ്യണം. എന്നാലേ ബേസ്ഡ് ആണ്. ഇറ്റ്സ് പ്രിൻസിപ്പിൾ ബേസ്ഡ്. സയൻസിന്റെ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ടാണ് നമ്മളൊരു മെഡിസിൻ സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ മെഡിസിൻ വെച്ചിട്ടല്ല ഒരു രോഗിയെ തീരുമാനിക്കുന്നത്. കോമ്പൗണ്ട് അല്ലല്ലോ. അതെ, വെൽ സ്റ്റഡീഡ്, വെൽ റിസർച്ച്ഡ്, വെൽ എസ്റ്റാബ്ലിഷ്ഡ്. പരീക്ഷകർ ബഹുവിധം പരീക്ഷ ഹേതുബേർ സാധയിത്വ സ്ഥാപ്യതേ നിർണയ. കോസൽ റീസണിംഗ് വെച്ച് കോസ് മെക്കാനിസം ഇഫക്ട്, ഫാർമക്കോ ഡൈനാമിക്സ്, കൈനറ്റിക്സ്, ഇതെല്ലാം ഓരോ മെഡിസിൻസിന്റെയും എക്സ്പ്ലോർഡ് ആണ്. അത് നമുക്ക് റിപ്പീറ്റഡ്ലി നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും ഇൻ ഐഡന്റിക്കൽ ക്ലിനിക്കൽ സിറ്റുവേഷൻസ്. ട്രാൻസ്പാരൻസി ഉണ്ട്, റീപ്രൊഡ്യൂസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് സയന്റിഫിക് ചെയ്യുന്നത്. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു മെഡിസിൻ ആണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അവരാണെങ്കിൽ ഒരു ഡ്രഗ് ആദ്യം മൃഗങ്ങളിൽ പരീക്ഷിക്കുന്നു, പിന്നെ മനുഷ്യരിൽ അതിന്റെ ടോക്സിസിറ്റി സ്റ്റഡി ചെയ്യുന്നു. അതൊരു ട്രയലും എററും മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും ഒരു മെഡിസിൻ ആവാൻ ആ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ എറർ. സോ അതാണ് ഒരു കാര്യം, അങ്ങനെ തുടങ്ങിയിരിക്കണേ. അപ്പോൾ മോഡേൺ മെഡിസിൻ അങ്ങേയറ്റം ശാസ്ത്രീയമാണ്. പ്രോബബിലിസ്റ്റിക് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ചെയ്യുന്നതുകൊണ്ട് ഡാറ്റ ഓറിയന്റഡ് അപ്രോച്ച് ഉള്ളതാണ്. അത് ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ്. ആയുർവേദ ഇസ് എ ഡിഫറെന്റ് സയൻസ്. ഡിറ്റർമിനിസ്റ്റിക് സയൻസ് ആണ്, ഡിഡക്റ്റീവ് റീസണിംഗ് ആണ്. ഇതൊന്നും ആയുർവേദ കമ്മ്യൂണിറ്റി വായതോർന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം. പിന്നെ അവർ പറയുകയാണേ, ആയുർവേദത്തിലെ ഒരു ഡോക്ടർ പറയുന്നത് കേട്ട് എനിക്ക് വല്ലാണ്ട് വിഷമമായിപ്പോയി. ആയുർവേദത്തിൽ വാദം തെളിയിക്കണത് എങ്ങനെയാണെന്നറിയോ? എത്ര ഫോഴ്സിലാണ് പൾസ് ഇടിക്കണത്, ഫോഴ്സ് ആണത്ര. ത്രിദോഷം എല്ലാം തന്നെ ഫോഴ്സ് ആണത്ര, ലൈഫ് ഫോഴ്സ് ആണത്ര ആയുർവേദത്തിൽ പഠിപ്പിക്കണത്, എഴുതി വെച്ചിരിക്കണത്. ഇത് ബേസിക് ആയിട്ട് ആദ്യം തൊട്ട് തന്നെ വാതപിത്ത കഫങ്ങൾ. ഒരു കാര്യം കൂടെ ഞാൻ ഇന്റർഫിയർ ചെയ്യാണ്. പുള്ളി പറയുന്നത് എന്താണെന്നറിയോ? പുള്ളി പറയണത് ഫസ്റ്റ് ആയുർവേദത്തിൽ ചരകവും സുശ്രുതവും അല്ലാത്ര സയൻസ്. ശരിക്കും സയൻസ് എന്ന് പറയുന്നത് സാഖ്യ ദർശനം, വൈശേഷിക ദർശനമാണ് അത്ര. അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ദർശനങ്ങൾ എന്ന് പറയുന്നത് ഫിലോസഫിയാണ്. അത് ആയുർവേദ ശാസ്ത്രത്തിൽ അതിന്റെ എന്ത് ആസ്പെക്റ്റ് ആണ് എടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ലൈഫ് സയൻസിനെ അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്
അത് മാത്രമേ ഉള്ളൂ ആയുർവേദത്തിൽ ഈ പദാർത്ഥ വിജ്ഞാനം അല്ലെങ്കിൽ ഈ പറയുന്ന സാഖ്യം വൈശേഷികം പോലെയുള്ള ദർശനങ്ങളുടെ ആവശ്യം. അത് ഒരു ലൈനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. അതിന് യാതൊരു പ്രസക്തിയില്ല. അത് ബേസിക് ആയിട്ടുള്ള ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ശാസ്ത്രം മുഴുവൻ മനസ്സിലാവുന്നതാണ്. ഫിലോസഫി സയൻസ് തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. ഫിലോസഫി എന്ന് പറയുന്നത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തതാണ്. അത് ഈ കാണുന്ന സാധനങ്ങളെ വെച്ചിട്ട് കാണുന്ന മീൻസ് എന്തെല്ലാമാണ് നടക്കുന്നത് എന്നുള്ളത് വെച്ചിട്ട് മുമ്പുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ ദർശനം എന്ന് പറയുന്നത്. അത് എക്സ്പെരിമെന്റേഷനോ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനോ പറ്റാത്ത കാര്യങ്ങളാണ്. സയൻസ് എന്ന് പറയുന്നത് അങ്ങനല്ല. നമുക്ക് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. അത് യാതൊരു വിവരവും ഇല്ലാത്ത മീൻസ് എഡ്യൂക്കേഷന്റെ പോരായ്മ തന്നെയാണ്. അൺപ്രൊഫഷണൽ എഡ്യൂക്കേഷൻ യൂണിഫോം ആയിട്ടല്ല പഠിപ്പിക്കുന്നത്, പ്ലസ് മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് വെച്ചിട്ടും ഓരോരുത്തരുടെ മനസ്സിലാക്കൽ വെച്ചിട്ടും ആണ് ഓരോരുത്തർ ചികിത്സിക്കുന്നത്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് തെറ്റായിട്ടുള്ള രീതി ആയതുകൊണ്ടാണ് അവർക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഈ ത്രിദോഷം എന്ന് പറയുന്നത് ത്രിദോഷ സിദ്ധാന്തമാണ്. ഇറ്റ്സ് എ തിയറം. തിയറം എന്ന് വെച്ചാൽ പരീക്ഷകർ ബഹുവിധം പരീക്ഷ ഹേതുബിർ സാധയിത്വ സ്ഥാപ്യതേ നിർണയം. അത് ക്രൂഡ് ഫിലോസഫി അല്ല, സയൻസ് ആണ്. അത് തെളിയിക്കാൻ പറ്റും. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ പ്രാക്ടിക്കലി തെളിയിക്കാൻ പറ്റുന്ന, കോസൽ റീസണിങ് വെച്ച് തെളിയിക്കാൻ പറ്റുന്ന സിദ്ധാന്തമാണ് ത്രിദോഷ സിദ്ധാന്തം. ഇത് SBBA നമ്മളെല്ലാം ഡെസിഫർ ചെയ്തിട്ടുണ്ട്, നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് SBBA ഫിസിഷ്യൻസ് അത് പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. അതെ, അതിനെല്ലാം ഡെഫിനിഷൻസും എല്ലാം ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും, അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ആയുർവേദ എഡ്യൂക്കേഷന്റെ ഫ്ലോ ആണ്. ചികിത്സാ ശാസ്ത്രം ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ. മോഡേൺ മെഡിസിൻ ഡോക്ടർ പറയാണ് ശാസ്ത്രം എന്ന് വെച്ചാൽ ഒന്നല്ലേ ഉള്ളൂ. ഫിസിക്സ് ഒന്ന്, കെമിസ്ട്രി ഒന്ന്, പിന്നെ ചികിത്സാ ശാസ്ത്രം എങ്ങനെ മൾട്ടിപ്പിൾ ഉണ്ടാവണേ? അതിൽ യാതൊരു ലോജിക്കും ഇല്ല. ചികിത്സാ ശാസ്ത്രം എന്ന് പറയുന്നത് അപ്രോച്ച് ടു ഹ്യൂമൻ ബീയിങ് മാറ്റേഴ്സ് അല്ലേ? ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ടോട്ടാലിറ്റി ആയിട്ട് ഇങ്ങനെ കാണുന്നു. ഏതൊക്കെ സിദ്ധാന്തങ്ങളാണ്? ബേസിക് സയൻസ് ആൻഡ് അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബേസിക് സയൻസ് ഓഫ് ഹീലിംഗ് വേണം. മെഡിസിൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മെഡിസിൻ? The purpose, the sole objective of medicine is healing. So medicine should have a science which explains healing, which explains science of diagnosis of the disease, the individual in totality. എല്ലാം ഉണ്ട്. അതെല്ലാം കാര്യകാരണ ബന്ധത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റണം. ഈ രോഗം ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിൽ ഉണ്ടായി, അതിനെ എക്സ്പ്ലോർ ചെയ്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എവിടെ എന്ത് കറക്ഷൻ ചെയ്തിട്ട് ഇതിനെ റിസോൾവ് ചെയ്യണം. റിസോൾവിങ് മെക്കാനിസംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നോളജിനെ നമുക്ക് മെഡിക്കൽ സയൻസ് എന്ന് പറയാൻ പറ്റൂ. അത്തരത്തിലുള്ള സയൻസാണ് ആയുർവേദം. ഇനി മോഡേൺ മെഡിസിനിൽ അതുണ്ടോ എന്നുള്ളത്, മോഡേൺ മെഡിസിനിൽ ഡ്രഗ്സ് ആണ്. ഡ്രഗ്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡ്രഗ്സ് ആൻഡ് ഇന്റർവെൻഷൻസ് ടു ഡു ഡിഫറെന്റ് അഡ്ജസ്റ്റ്മെന്റ്സ്, ബ്ലോക്കിംഗ്, മാസ്കിംഗ്, ഇറിറ്റേറ്റിംഗ്, സപ്രസിംഗ്, ഡിപ്രസിംഗ്, ഓൾട്ടറിംഗ്, സപ്ലിമെന്റിംഗ്. റിസ്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ പറയുന്നത് ഡ്രഗിന്റെ ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. ബെനിഫിറ്റ് റിസ്ക് എന്നാണ് പറയുന്നത്. ഡ്രഗിന്റെ ബെനിഫിറ്റ് ആണ്, അത് പേഷ്യന്റിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ് അല്ല. ഇപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ഉണ്ടാക്കണമെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ മീൻസിലൂടെ അത് സാധിക്കില്ല. അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ ഓറിയന്റഡ് മെഡിസിൻ തീരുമാനിക്കണം. അതിനനുസരിച്ചുള്ള ഫുഡ്, ഡയറ്റ്, റെജിമൻ, മെഡിക്കേറ്റഡ് വാട്ടർ, ഇതെല്ലാം തീരുമാനിച്ച് ശരീരത്തിന്റെ മുഴുവനായിട്ടുള്ള ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം കറക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ ആരോഗ്യം ഉണ്ടാകുള്ളൂ. അതൊരു ഡ്രഗ് കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഒരു ഡ്രഗ് അല്ല, 10 ഡ്രഗ് കൊണ്ടും സാധിക്കില്ല. അതാ പറഞ്ഞേ. ഇപ്പൊ ഡ്രഗ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ സയന്റിഫിക് എന്ന് എങ്ങനെ പറയാൻ പറ്റും? അതാണ്. അപ്പോൾ സയൻസ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി പോലെ തന്നെ ഹ്യൂമൻ ബീയിങ്ങിന് ഹീലിംഗിന്റെ സയൻസ് ആണ് മെഡിക്കൽ ആയുർവേദം മാത്രമേ ഉള്ളൂ. ഹീലിംഗിന്റെ സയൻസ്. അതിന് ഹോമിയോപ്പതി ഉണ്ടോ, സിദ്ധ ഉണ്ടോ, വി ആർ നോട്ട്. ബട്ട് മോഡേൺ മെഡിസിൻ ഇസ് ദയർ ഇൻ അവർ സിലബസ്, ദ അപ്രോച്ച് ഓഫ് മോഡേൺ മെഡിസിൻ. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ സയൻസ് or it is something which is related to drug and its different adjustments in the body. ഫാർമക്കോളജി നമ്മൾ പഠിക്കണ്ടല്ലോ, മോഡേൺ ഫാർമക്കോളജി. പുറമേയുള്ള കാരണങ്ങളെയും ആ കാരണങ്ങൾ കൊണ്ട് ശരീരത്തിനകത്തുണ്ടാകുന്ന ചേഞ്ചസിനെയും
ഇൻട്രിൻസിക് ആയിട്ടുള്ള കോസിനെയും ആ കോസ് കൊണ്ടുണ്ടാകുന്ന മെക്കാനിസം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ശാസ്ത്രം ആയുർവേദമാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ കംപ്ലീറ്റ് സയൻസ്. സോ ആയുർവേദം വെറും ചികിത്സ അറിവുകളാണെന്ന്, ഈ ഗൃഹ ഒറ്റമൂലി ആണെന്നാണ് പുള്ളിയുടെ വിചാരം. അങ്ങനെയാണ്. അവരുടെ വിവരമില്ലായ്മ. നമ്മൾ ആയുർവേദ ഡോക്ടേഴ്സ് ആണ് ഇതിന് റെസ്പോൺസിബിൾ. വി ആർ നോട്ട് ഏബിൾ ടു പ്രൂവ് എസ്റ്റാബ്ലിഷ്. ഈ ക്ലിനിക്കൽ സ്റ്റഡി വെച്ച് RCT വെച്ചിട്ടുള്ള പ്രൂവ് ചെയ്യണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ സയൻസ് ഒരു ലെവൽ കൂടുതലാണ്, ഹയർ ഇന്റലിജൻസ് ആണ് ആയുർവേദത്തിലുള്ളത്. സോ വി ഷുഡ് റേസ് അവർ ഓൺ ഇന്റലിജൻസ് ടു ദാറ്റ് ലെവൽ. Serious learning is required, deeply involving research is required to understand the facts which are explained in basic and applied science of Ayurveda. Right. Then only we can prove and establish the application of science in real life setting. അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. ഇപ്പൊ ചികിത്സാ അറിവുകളാണ് ആയുർവേദം എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ ഈ 5.5 കൊല്ലം BAMSൽ ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻ സിലബസ് കൂടാതെ ആയുർവേദിക് സയൻസ് ഹൈലി വാസ്റ്റ് ആൻഡ് കോംപ്ലെക്സ് റിട്ടൺ ഇൻ എ ഫോറിൻ ലാംഗ്വേജ് സാൻസ്ക്രിറ്റ്, അത് പഠിച്ചിട്ടാണ് ഞങ്ങളിത് എഴുതണത്. ഐ മീൻ എക്സാം എഴുതണത്. കോംപ്രിഹെൻഷൻ ലെവൽ ഇസ് according to present scenario, the flawed education is the reason. That is a different thing which we are trying to correct by SBEBA. പിന്നെ സ്യൂഡോ സയൻസ് അല്ലാതാവണമെങ്കിൽ ശാസ്ത്രത്തിന്റെ അഗ്നി പരീക്ഷ വിജയിക്കണം, ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സയാവണം. അപ്പോൾ ശാസ്ത്രത്തിന്റെ അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാസ്ത്രത്തിൽ ഒരു റാഷണൽ തിങ്കിങ് ഉണ്ട്, ഇൻബിൽട്ട് റാഷണൽ തിങ്കിങ് ഉണ്ട്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസ് എന്ന് പറയുന്നത് ലോജിക്കലി പ്രൂവ് ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ട ബോഡി ഓഫ് നോളജ് ഈസ് എക്സ്പ്ലെയിൻ വിത്തിൻ ദ സയൻസ്. അത് പുറത്തുനിന്നൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വെച്ച് അപ്ലിക്കേഷൻ എസ്റ്റിമേറ്റ് ചെയ്യണതിനെ അല്ല സയൻറ്റിഫിക് എസ്റ്റാബ്ലിഷിങ് സയൻറ്റിഫിക് ഇൻബിൽട്ട് സയൻറ്റിഫിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സയൻസിനകത്ത് തന്നെ അതിൻ്റെ സയൻറ്റിഫിസിറ്റി ഉണ്ട്. ആ സയൻറ്റിഫിസിറ്റിയെ ഉപയോഗിച്ച് അതിൻ്റെ ആപ്ലിക്കേഷനിലൂടെ, റാഷണൽ ആപ്ലിക്കേഷനിലൂടെ തെളിയിക്കപ്പെടുന്നതാണ് ശാസ്ത്രത്തിന്റെ അഗ്നിപരീക്ഷ. അല്ലാതെ പുറത്തുനിന്ന് കുറെ എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ കുറെ കൊടുത്തിട്ട് അതിൽ 70% എഫക്റ്റീവ് ആണ്, 70% എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ 30% എഫക്റ്റീവ് അല്ല എന്നുള്ളതും അർത്ഥമുണ്ട്. 30% എഫക്റ്റീവ് അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ദ ട്രീറ്റ്മെന്റ് അല്ലേ? അതെ. ഇപ്പൊ 30% റോങ് ആയി പോവുമെങ്കിൽ അതല്ല ട്രീറ്റ്മെന്റ്. അതിന്റെ നമുക്കറിയില്ലല്ലോ ആരാണ് 30%. അപ്പൊ അതൊരു സയൻസ് ആയിട്ടേ കൂട്ടാൻ പറ്റില്ല, അതൊരു മാവേലേറ്. അതാ ഈ 30% ആരൊക്കെയാണ് വരുന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലല്ലോ. അത് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്യണം എന്ന് പറയുന്നത് മണ്ടത്തരം മാത്രമാണ്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണ്. ഇപ്പൊ 2 കാര്യങ്ങളുണ്ട്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ല. സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻ്റ് അല്ല. P-വാല്യൂ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം പോപ്പുലേഷനിൽ ഇഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഇഫക്റ്റീവ്നെസ്? പോപ്പുലേഷനിൽ എല്ലാവരും 100% ഇൻറ്റൻഡഡ് ഇഫക്ട്സ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, റിവേഴ്സൽ ഓഫ് കോസ് മെക്കാനിസം ഓഫ് ഡിസീസ് ഉള്ളതിനെയാണ് റിവേഴ്സൽ ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്. അല്ലാതെ ബ്ലോക്കിംഗ്, മാസ്കിംഗ്, സപ്രസിങ്, ഇറിറ്റേറ്റിംഗ്, ഡിപ്രസിങ്, സപ്രസിങ്, ഓൾട്ടറിങ്, സപ്ലിമെന്റിങ്, ഇതൊക്കെ എങ്ങനെയാണ് ഹീലിംഗ് മെക്കാനിസമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. അങ്ങനെയുള്ള സാധനങ്ങളെ ഉപയോഗിച്ച് അങ്ങനെയുള്ള സാധനങ്ങളെ ഉപയോഗിച്ച് ബെനിഫിറ്റ് റിസ്ക് കൗണ്ട് ചെയ്തിട്ട് അതാണ് അഗ്നി പരീക്ഷണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ ശാസ്ത്രീയ ആയുർവേദ ചികിത്സകർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സയൻസ് പറയുന്നത് ശാസ്ത്രസഹിത തർക്കോ സാധനാനാം എന്നാണ്, അല്ലാതെ ഡാറ്റ സഹിത തർക്കോ സാധനാനാം എന്നല്ല. ഞങ്ങൾക്ക് റാഷണൽ ഇൻഡിപെൻഡന്റ് സയൻസ് ഉണ്ട്, കോസൽ റീസണിംഗ് ഉണ്ട്, ഡിറ്റർമിനിസ്റ്റിക് സയൻസ് ഉണ്ട്. അതിനെ സ്യൂഡോ സയൻസ് എന്ന് പോലും പറയാൻ പറ്റില്ല, അത് സയൻസേ അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അത് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ്. അത് ഏതോ ഒരു പോപ്പുലേഷനിൽ എത്രയോ ആൾക്കാർക്ക് കൊടുത്ത് കുറച്ച് ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടി, കുറച്ച് ആൾക്കാർക്ക് ബെനിഫിറ്റ് ഓഫ് സപ്രഷൻ ഓർ സപ്ലിമെന്റേഷൻ ആൻഡ് റിസ്ക് ഉണ്ടാവുന്നുണ്ട്. അതിനെ അല്ല ശാസ്ത്രം എന്ന് പറയുന്നത്. അത് ഒരു വലിയ കൺഫ്യൂഷൻ പബ്ലിക്കിനും കൂടി ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യണത്. ഇങ്ങനെ 100 പ്രാവശ്യം പറഞ്ഞാലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെഡിസിൻ ഇസ് നോട്ട് സയന്റിഫിക് മെഡിസിൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡ്രഗ് ഇസ് നോട്ട് സയന്റിഫിക് ട്രീറ്റ്മെന്റ്. ഇറ്റ് റിമെയിൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡ്രഗ് തെറാപ്പി ഇറ്റ്സെൽഫ്, നോ മാറ്റർ ആഫ്റ്റർ 100 years ഓൾസോ. അതാണ് കാര്യം. ഇനി ശാസ്ത്രം ഇവോൾവ് ചെയ്യണം, ആയുർവേദം ഇവോൾവ് ചെയ്യുന്നില്ല. ആയുർവേദത്തിൽ സൈഡ് എഫക്ട് കണ്ടുപിടിക്കുന്നില്ല, അതുകൊണ്ട് ഇവോൾവ് ചെയ്യുന്നില്ല. മോഡേൺ മെഡിസിനിൽ എപ്പോഴും സൈഡ് എഫക്ട് കണ്ടുപിടിക്കുന്നതുകൊണ്ട് ഇവോൾവ് ചെയ്യുന്നു. എനിക്കത് കേട്ടിട്ട് സൈഡ് എഫക്ട് മാത്രമല്ലേ കണ്ടുപിടിക്കുന്നുള്ളൂ,
അതിൽ അല്ലാതെ ആരോഗ്യം ഉണ്ടാക്കുന്നില്ലല്ലോ. അല്ല ഈ അപ്പൊ പിന്നെ എന്താണ് ഇവോൾവ് ചെയ്യുന്നത്? കൂടുതൽ സൈഡ് എഫക്ട്സ് അല്ലേ ഇവോൾവ് ചെയ്യുന്നത്. അതെ അതെ. അപ്പൊ ഒരു തെറ്റിൽ നിന്ന് അപ്പൊ അത്രയും നാള് പറ്റിച്ചു, ആൾക്കാരെ പറ്റിച്ചു, പ്ലസ് അത് ഇവോൾവ് ചെയ്ത് പുതിയൊരു ഡ്രഗ് കണ്ടുപിടിച്ച് പിന്നെയും ആൾക്കാരെ പറ്റിക്കുകയാണ്. അപ്പൊ ഇവോൾവ് ചെയ്യാണെന്നാണ് അവരുടെ വാദം. ഇവോൾവ് ചെയ്യുന്നു അല്ല, പഴയത് ഞങ്ങൾ വി ആർ റെഡി ടു ഡിസ്പ്രൂവ് ആൻഡ് വി ആർ റെഡി ടു എമേർജ് എംബ്രേസ്. ഒരിക്കലും ആൾക്കാർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ലല്ലോ, അവർ ഇവോൾവ് ആവുന്നതല്ലേ ഉള്ളൂ. ആൾക്കാര് കുറച്ച് ബെനിഫിറ്റ് കിട്ടി, പിന്നെ അവര് റിസ്ക് ആണെന്ന് കാണുമ്പോ ആ മരുന്ന് കച്ചവടം നടത്തി അവർക്ക് ഇവോൾവിംഗ് ഉണ്ടായി, അല്ലാതെ വേറെന്താണ് ഉണ്ടായത്? അപ്പൊ ഓൾറെഡി റിസ്ക് കിട്ടിയ ആൾക്കാര് ദേ ക്യാൻ ബി ഹാപ്പി ദാറ്റ് ദേ ഹാവ് ഹാഡ് എ പ്രൂവൺ ഡ്രഗ് സൈഡ് ഇഫക്ട്സ് എന്നാണോ ഉദ്ദേശിക്കുന്നത്? ആ സൈഡ് ഇഫക്ട്സ് കിട്ടിയ ആൾക്കാരെ എങ്ങനെയാണ് സമാധാനിക്കുന്നത്? ഇപ്പൊ കിഡ്നി ഡാമേജ് ഉണ്ടായി, അപ്പൊ അവര് സന്തോഷിക്കണം, ബിക്കോസ് ഇറ്റ് വാസ് എ പ്രൂവൺ ഡ്രഗ്, ബട്ട് അവര് ഇവോൾവ് ചെയ്തു. സോ ശാസ്ത്രം ഇവോൾവ് ചെയ്യണത് എപ്പോഴാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ്സ് എ ക്രൈം. ശാസ്ത്രം ഇവോൾവ് ചെയ്യണത് അതിന്റെ അപ്ലിക്കേഷൻ റിഫൈൻഡ് ആൻഡ് കൾച്ചേർഡ് ആൻഡ് ടു ദ പോയിന്റ് ഇൻ റിക്വയർമെന്റ്സ്, കൺവെൻഷണൽ ഹെൽത്ത് കെയർ റിക്വയർമെന്റ്സ്. നമ്മൾക്ക് ഇന്ന് നിലവിലുള്ള ഇപ്പോൾ പലതരം ഇൻഫെക്ഷൻസ് ഉണ്ട്, മൾട്ടി മോർബിഡിറ്റി ഉണ്ട്, മെറ്റബോളിക് ഇംബാലൻസ്, ഇമ്മ്യൂൺ ഡിസ്ഫങ്ഷൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു പേഷ്യൻ്റ് എത്രത്തോളം ടാർഗറ്റഡ് ആയിട്ട് മൾട്ടിപ്പിൾ പാത്തോളജീസിൽ വർക്ക് ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രിൻസിപ്പിളിനെ നമുക്ക് എംപ്ലോയ് ചെയ്ത് മിനിമം മെഡിസിൻ ഉപയോഗിച്ച് സയൻസിന്റെ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആ ഡിസീസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതിനെയൊക്കെയാണ് എന്ത് പറയണത്, ഇവല്യൂഷൻ ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയണത്. അല്ലാതെ കുറെ സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച ഒരു ഡ്രഗിനെ വലിച്ചെറിഞ്ഞിട്ട് പുതിയ ഡ്രഗ് വന്നു ഞങ്ങൾ ഇവോൾവ് ചെയ്തു എന്ന് പറയുന്നത്. അതുകൊണ്ട് സയന്റിഫിക് ആയുർവേദ ഫിസിഷ്യൻസിന് അത് എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. മേ ബി ഇൻ യുവർ കേസ് യു ആർ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്, ബട്ട് ഇൻ അവർ കേസ് ഇറ്റ് ഇസ് വെരി ക്ലിയർലി മെൻഷൻഡ്. നമ്മുടെ ശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ട്രയൽ ആൻഡ് എറർ ചെയ്യരുത്. യു അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദ സയൻസ് and apply it in a precise way where you can intervene upon multiple pathologies, you can interconnect them, apply your logical reasoning in the principles of science and make it as simple as possible. Cut off the medicines and enhance the intelligence of science into your intelligence and refined application. appo fast aanu, on the target aanu, fast results aanu, predictable results aanu. ഫിസിഷ്യൻ വിൽ ബി റെസ്പോൺസിബിൾ, കൾച്ചേർഡ് ഇന്റലിജൻസ്. ഇതിനെ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് വേണം. ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ലൈഫ് ലോങ് കമ്മിറ്റഡ് ലേണിംഗ് ഇൻ സയൻസ് ബേസ്ഡ് മെഡിസിൻ ഓഫ് ആയുർവേദ വേണം. അതാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദയിൽ. അപ്പോൾ ശാസ്ത്രം ഇവോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ആരോഗ്യം മെച്ചപ്പെടും, നാഷണൽ ഇക്കോണമി ഇമ്പ്രൂവ് ചെയ്യും. കാരണം പല മരുന്ന് രോഗങ്ങളുള്ള ഒരാൾക്ക് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ വേണ്ട, ഒരു സയൻസിന് തന്നെ പല രോഗങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മിനിമൽ മെഡിക്കേഷൻ ആൻഡ് സയന്റിഫിക് ന്യൂട്രീഷൻ, ദാറ്റ് ഈസ് വാട്ട് SBEBA ഈസ് ഡൂയിങ്. ഓക്കെ, രോഗം മാറ്റിത്തരാം എന്ന് പറയുന്നത് തട്ടിപ്പാണെന്ന്. രോഗം മാറ്റിത്തരാം എന്ന് പറയുന്നത് തട്ടിപ്പാണ്. ആരും രോഗം മാറ്റിത്തരാന്ന് അവർക്കില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. മീൻസ് അവര് ഒരു രോഗവും മാറ്റുന്നില്ല, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ ഡ്രഗ് കഴിക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ഉദ്ദേശമുള്ളൂ. അത് ഒരു രോഗവും മാറ്റാൻ പറ്റാത്തത് കൊണ്ട് ബാക്കി എല്ലാവരും ഇപ്പൊ രോഗത്തിന്റെ റിവേഴ്സൽ എന്നെല്ലാം പറയുന്നത് തട്ടിപ്പായിട്ട് തോന്നും. എന്ന് വെച്ചാൽ അവരുടെ ഇഗ്നറൻസ്, ദാറ്റ്സ് ഓൾ. ഇത് രോഗം മാറ്റിത്തരാം എന്ന് ആരും പറഞ്ഞ് കോൺട്രാക്ട് എടുത്ത് ആരും വിവരമുള്ള ഡോക്ടേഴ്സ് ചികിത്സിക്കില്ല. പക്ഷെ രോഗശമനത്തിന് വേണ്ട പ്രിൻസിപ്പിൾസ് ഉള്ള സയൻസ് ആണ് ആയുർവേദം. പ്രൊഗ്നോസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കണ്ണടച്ച് ഒരാളെ ഇങ്ങോട്ട് പോവാ ശരിയാക്കി തരാമെന്ന് ആരും പറയില്ല. there are definite prognostic standards. എങ്ങനെയാണ് ഒരു പേഷ്യന്റിലെ പ്രൊഗ്നോസ്റ്റിക് സ്റ്റാൻഡേർഡ്സ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് സ്റ്റാൻഡേർഡൈസ്ഡ് ഡിസിഷൻ മേക്കിംഗ് പ്രിൻസിപ്പിൾ ഓറിയന്റഡ് നോളജ് വി ഹാവ് ഡെവലപ്ഡ് ഇൻ SBEBA ലെഡ് ബൈ ദ സയൻസ് ഓഫ് ആയുർവേദ. നാച്ചുറൽ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നാച്ചുറൽ ആയിട്ട് അകത്തുള്ള ഡിസ്ഫങ്ഷനെ കറക്റ്റ് ചെയ്തിട്ട് ഔട്ട്കം, അതായത് റെസ്പോൺസ് നമ്മൾ മോഡിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ആ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനനുസരിച്ച് ചെയ്യുമ്പോഴത്തേക്കും if the patient is responding, he will definitely achieve. So we are not doing any sort of adjustment. We are trying to rectify the underlying cause mechanisms. അതിനെയല്ലേ ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്റേണൽ ഹോമിയോസ്റ്റാസിസ് റീസ്റ്റെബിലൈസ്ഡ് ആവുമ്പോൾ നാച്ചുറലി ദ പേഷ്യന്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് ഓഫ് the necessity of any Ayurvedic medicine even. And we are doing thereafter, we are providing education
ടു സ്റ്റെബിലൈസ് ഹിസ് ഹെൽത്ത് ഫെർദർ. സോ ഇതിനൊക്കെയാണ് ഹീലിംഗ്. ഇത് പറ്റുന്ന കാര്യം തന്നെയാണ് ആയുർവേദിക് സയൻസിൽ. പക്ഷെ ആരും ഇങ്ങനെ കോൺട്രാക്ട് എടുത്ത് ട്രീറ്റ് ചെയ്യില്ല. കുറച്ച് സയൻറ്റിഫിക് പ്രാക്ടീഷണേഴ്സ് അങ്ങനെ ചെയ്യില്ല. പിന്നെ പറയുന്നത് സർപ്പഗന്ധ അലോപ്പതി ആയുർവേദത്തിൽ നിന്ന് റാഞ്ചി എടുത്തതാണെന്ന് ആയുർവേദ ഡോക്ടർ പറഞ്ഞു തോന്നുന്നുണ്ട്. സർപ്പഗന്ധയാണ് ആയുർവേദത്തിൽ BP മരുന്ന് എന്ന രീതിയിൽ ഒരു ഭയങ്കര ചർച്ച. BP അതിനിടയ്ക്ക് വേറൊരു കാര്യം കൂടി പറയാം. അപ്പോൾ മോഡേൺ മെഡിസിൻ ഡോക്ടർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി BP ജീവിതശൈലി രോഗമാണെന്ന്? ഞങ്ങളല്ലേ കണ്ടുപിടിച്ചത്. ഇപ്പൊ നിങ്ങളല്ലല്ലോ കണ്ടുപിടിച്ചത്. എന്നിട്ട് ഇപ്പൊ വലിയ ഡയലോഗ് അടിക്കണം. എന്നിട്ട് ഏതെങ്കിലും BP ട്രീറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടോ? അല്ല, അവര് കണ്ടുപിടിച്ചു എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചല്ലോ BP ഉണ്ടെന്ന്. കണ്ടുപിടിച്ചിട്ട് പേഷ്യന്റിന് ഉപദ്രവമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ആർക്കും പ്രയോജനം ഉണ്ടാകുന്നില്ല. ഞങ്ങള് കിഡ്നി പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇല്ല, കിഡ്നി ഇപ്പൊ എന്ന് പറയുന്നത് ഇപ്പൊ കിഡ്നി അടിച്ചു പോകുന്നുണ്ട്. ഞങ്ങള് അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ BP കൺട്രോൾ ചെയ്ത് വെക്കണേ എന്നാണ് അവരുടെ വാദം. അപ്പൊ ഈ സർപ്പഗന്ധയാണ് ആയുർവേദത്തിന്റെ BP മരുന്ന് എന്നാണ് വെച്ചിരിക്കുന്നത്. സർപ്പഗന്ധ എന്ന് പറയുന്നത് ആയുർവേദത്തിലുള്ള ഒരു മരുന്നേ അല്ല. അതൊരു ഹെർബായിട്ട് ഉപയോഗിക്കാനും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ സയൻസിൽ ഈ ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചർ വന്നപ്പോഴത്തേക്കും, ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുപാട് പുതിയ അവർ ഡ്രഗ്സ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുതിയ രോഗങ്ങളുണ്ടായി. അപ്പോൾ പുതിയ രീതിയിൽ രോഗങ്ങളെ കണ്ടുപിടിക്കുന്ന ടെക്നിക്സ് ഉണ്ടായി. അപ്പോൾ ആ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പോൾ വെസ്റ്റേൺ സിസ്റ്റത്തിൽ ഇത് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഇതെന്ന് വെച്ചാൽ കാര്യകാരണ ബന്ധമൊന്നും അവർക്കറിയില്ല. എക്സ്റ്റേണൽ കോസസ് എന്തൊക്കെയാണ്? 95% is essential hypertension and cause is unknown to them. പക്ഷേ ആയുർവേദ ശാസ്ത്രത്തിൽ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും അതിൻ്റെ ബാഹ്യ കാരണങ്ങളും അതിനെ റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള പ്രിൻസിപ്പിൾസും ആയുർവേദ ശാസ്ത്രത്തിൽ നമ്മൾ SBEPയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് റിവേഴ്സ് ചെയ്യാനും പറ്റും. അതിന് സർപ്പഗന്ധയുടെ യാതൊരു ആവശ്യവും ഇല്ല. അത് സർപ്പഗന്ധ ഞങ്ങൾ കണ്ടുപിടിച്ചു, നിങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയേണ്ട യാതൊരു കാര്യവും ഇല്ല. ഞങ്ങൾക്ക് വേണ്ട സർപ്പഗന്ധ. വലിയ വഴക്കാണ് സർപ്പഗന്ധയുടെ പേരിൽ നടക്കണം. പിന്നെ കാളവണ്ടിയാണ് ആയുർവേദം. അത് പണ്ട് മുതലേ ഇങ്ങനെ പറഞ്ഞു കേൾക്കണതല്ലേ, കാളവണ്ടിയാണ് ആയുർവേദം. അപ്പൊ അതിൽ ഒരു ബെൻസ് കാറിന്റെ എഞ്ചിൻ കൊണ്ട് ഫിറ്റ് ചെയ്താൽ അത് കാളവണ്ടി അല്ലാതാവോ? അങ്ങനെയൊക്കെ കുറെ വേണ്ടാത്ത ചർച്ചകൾ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ റൈനോപ്ലാസ്റ്റി സുശ്രുതം ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കോവിഡ് എന്ന് പറഞ്ഞിട്ട് പാൻഡമിക് എന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. ഇപ്പൊ ഞങ്ങളുടെ സയൻസ് ഉപയോഗിച്ച് SBEPയിൽ സയൻസ് ഉപയോഗിച്ച് ചികിത്സിക്കുമ്പോഴത്തേക്കും 2-3 ദിവസം കൊണ്ട് ഈ കോവിഡ് എന്ന് പറയുന്ന ഇവരുടെ പാൻഡമിക് പൂർണ്ണമായും മാറുന്നതാണ്. പൂർണ്ണമായും മാറി ആള് ആരോഗ്യത്തിലേക്ക് വരുന്നതാണ്. CRP എല്ലാം നോർമലായി. ഓൾ ദ ബ്ലഡ് പാരാമീറ്റേഴ്സ് along with subjective and objective parameters 3 to 5 ഡേയ്സിൽ അത് റിവേഴ്സ് ആവുന്നു. അത് നമ്മുടെ മരുന്നല്ല കേട്ടോ, അതില് ദിവ്യ ഔഷധം കൊടുത്തിട്ടല്ല. ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആ പ്രിൻസിപ്പിൾസ് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണത്. അല്ലാതെ പുറത്തുനിന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഫീവർ മാറ്റാൻ സപ്രസന്റ് കൊടുക്കല്ല. അത് ഇപ്പൊ കോവിഡിന്റെ കാര്യം പറഞ്ഞു. എല്ലാ ഇൻഫെക്ഷൻസിലും നമുക്ക് കോവിഡ് ഇല്ല. എല്ലാ ഇൻഫെക്ഷൻസിന്റെയും റെസ്പോൺസിനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ മാറ്റുന്നതാണ്. മെറ്റബോളിക് എറർ എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ മരുന്ന് കൊടുക്കലല്ല. ആ മെറ്റബോളിക് എററിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പം ഏതാണ് കളവണ്ടി എന്നുള്ളത് പേഷ്യന്റ് തന്നെ തീരുമാനിക്കും. ഇപ്പൊ വളരെ ഹൈ ഡോസിൽ സ്റ്റിറോയിഡ്സ് കഴിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യാറുണ്ട്. SBEPയിൽ ഞാൻ ട്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് ഡേ തൊട്ട് ഇമ്മ്യൂൺ സപ്രസൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. സോ ഐ ആം ടേക്കിംഗ് ദാറ്റ് റിസ്ക്. വൈ ഐ ആം റെഡി ടു ടേക്ക് ദാറ്റ് റിസ്ക്? ബിക്കോസ് മൈ സയൻസ് ഹാസ് ഗിവൺ മീ ദ കോൺഫിഡൻസ്. ഇതിനൊക്കെയാണ് സയൻസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും പേഷ്യന്റ് ഇപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, മോഡേൺ മെഡിസിൻ കഴിഞ്ഞ് വരുന്ന ഒരു പേഷ്യന്റ്, ദേ വിൽ ബി വെരി ആങ്ഷ്യസ്. ദേ വിൽ ബി ഓൺ അറ്റ്മോസ്റ്റ് ഇമ്മ്യൂൺ സപ്രസൻസ്. ഇമ്മ്യൂൺ സപ്രസൻസിന്റെ മാക്സിമത്തിലായിരിക്കും വരണത്. HCQ കാണും, സ്റ്റിറോയിഡ്സ് കാണും. എന്നിട്ടും സിംറ്റംസ് ഒരു രക്ഷയില്ലാതെ വേറെ കുറെ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് വരണത്. ഇതെല്ലാം ഡേ 1 ഓഫ് SBEPA ട്രീറ്റ്മെന്റിൽ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് വിത്ത് ഓൾ പ്രിക്കോഷൻസ് ഇൻ SBEPA ഗൈഡ് ലൈൻസ്. അത് വെച്ച് അങ്ങനെ ചെയ്യണമെങ്കിൽ ആ സയൻസ്
എത്രത്തോളം പ്രിസിഷൻ സയൻസ് ആയിരിക്കും. ഇപ്പോൾ ഡയബറ്റീസിൻ്റെ ഡ്രഗ്സ്, BP-യുടെ ഡ്രഗ്സ് ഇതെല്ലാം നിർത്തി ഒരു പേഷ്യൻറ്റിനെ മരുന്നിൻ്റെ ആവശ്യകതയിൽ നിന്നും പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സയൻസാണ് ആയുർവേദമെങ്കിൽ അത് SBEBA-യിലൂടെയാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം പ്രിസിഷൻ ഓറിയന്റഡ് സയൻസ് ആണ്. ഫാസ്റ്റ് എത്ര പഴയതാണെന്ന് പറഞ്ഞാലും ഈ രോഗങ്ങളെ, ഇന്ന് പുതിയതായിട്ടുണ്ടായ രോഗങ്ങളെ മുഴുവൻ അത് റിവേഴ്സ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസം ആ ശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടാക്കാൻ ട്രാൻസ്ലേഷണൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്ലസ് ഈ സ്റ്റിറോയിഡ്സും നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സും എല്ലാം കൊണ്ടുണ്ടാകുന്ന ഡാമേജിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏതാണ് മോഡേൺ എന്നുള്ളത്. അപ്പോൾ മോഡേണിറ്റി ഡസന്റ് മീൻ വാലിഡിറ്റി അറ്റ് ഓൾ. വാട്ട് വി ആർ ഡൂയിങ്, വാട്ട് ദ ഇമ്പാക്ട് ഈസ് ഇൻ ദ പേഷ്യൻസ് ഓൺലി മാറ്റേഴ്സ്. Are we able to take the patient out of inflammation, and are we able to stabilize the immune system of a patient with altered immune response? That is the question. Without any medicine, are you able to make the patient live a healthy life? And are we able to educate the patient how to reverse infections thereafter, inflammation etc. thereafter? ഇതിനൊക്കെ കൃത്യമായ ആൻസേഴ്സ് വേണം. ആൻസർ മാത്രം പോരാ, ചെയ്ത് കാണിക്കാൻ പറ്റണം പേഷ്യൻറ്റിൽ. അതിനെയൊക്കെയാണ് എന്ത് പറയണത്, അഡ്വാൻസ്ഡ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആയുർവേദം അൾട്രാ മോഡേൺ അഡ്വാൻസ്ഡ് മെഡിക്കൽ സയൻസ് ആവാൻ കാരണം ദിസ് കൈൻഡ് ഓഫ് റിസർച്ച് ഇൻ സയൻസ് ബേസ്ഡ്, എവിഡൻസ് ബേസ്ഡ് ആയുർവേദം. ഇനി പറയണ കാര്യങ്ങൾ ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ് ഇല്ല, പിയർ റിവ്യൂ ജേർണൽസിൽ. ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ആയുർവേദം ഇൻഡിപെൻഡന്റ് സയൻസ് ആണ് എന്ന് ഉള്ള കാര്യം ഈ ഇന്റർനാഷണൽ ലെവലിൽ എത്തണം, വേണ്ടേ? അല്ലാതെ ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ജേർണലിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു എന്ന് വിചാരിച്ച് ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ് കിട്ടാനൊന്നും പോണില്ല. പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ടും ഇന്റർനാഷണൽ ആവില്ല, ആവാൻ പോണില്ല. WHO is considering Ayurveda as a tradition, and all the Ayurveda doctors are shouting Ayurveda as traditional medicine. ആദ്യം അത് നിർത്തണം. ആയുർവേദം ട്രഡീഷൻ അല്ല. ട്രഡീഷൻ മീൻസ് എ സെറ്റ് ഓഫ് ഐഡിയ, ബിലീഫ്, കൾച്ചർ ട്രാൻസ്ഫേർഡ് ത്രൂ ജനറേഷൻ. അവിടെ കോസൽ റീസണിങ് ഇല്ല, സിസ്റ്റംസ് തിങ്കിങ് ഇല്ല. പിന്നെ എന്തിനാണ് നമ്മൾ സിദ്ധാന്തങ്ങൾ പഠിച്ചത്, എന്തിനാണ് തത്വങ്ങൾ പഠിച്ചത്? ശാസ്ത്രമായതുകൊണ്ടല്ലേ. ശാസ്ത്ര സഹിത തർക്കോ സാധനാനാം പുരാണ സഹിത തർക്കോ എന്നല്ലല്ലോ പറയണേ. അപ്പൊ ഹിസ്റ്ററി അല്ല, എപ്പിക്സ് അല്ല, ഒന്നുമല്ല, സയൻസ് ആണ്. സയൻസിനകത്തുള്ള ലോജിക്സും മെത്തഡോളജീസും റിസർച്ച് മെത്തഡോളജീസും ക്ലിനിക്കൽ മെത്തഡോളജീസും ഒക്കെ ഈ സയൻസിനകത്ത് എഴുതി വെച്ചിരിക്കുകയല്ലേ. പിന്നെ എന്തിനാണ് ഈ ട്രഡീഷൻ എന്ന് പറഞ്ഞ് ആരാണ് WHO കറക്റ്റ് ചെയ്യേണ്ടത്? അതിലൊരു ആയുർവേദ ഡോക്ടർ പറയാണ്, വി ആർ ഫോളോയിങ് WHO എന്ന്. അപ്പൊ WHO ഫോളോ ചെയ്യാൻ WHO ആദ്യം അറിയണ്ടേ? ആയുർവേദത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല, ആയുർവേദത്തിലെ ഫണ്ടമെന്റൽ സയന്റിഫിക് അപ്രോച്ച് പോലും അറിയില്ല. ഇപ്പൊ ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് കരുതുന്നത് കൊണ്ടാണ് WHO ട്രഡീഷണൽ മെഡിസിന്റെ ഗൈഡ് ലൈൻസ് ആയുർവേദത്തിന് കൊടുക്കുന്നത്. ബിക്കോസ് ദേ കൺസിഡർ ആയുർവേദ ആസ് ട്രഡീഷണൽ മെഡിസിൻ. Who is responsible for WHO to consider Ayurveda as traditional medicine? Look inward. That is what I need to say. അല്ല, ആയുർവേദ ഡോക്ടേഴ്സ് ആ പ്രസന്റേഷൻ എല്ലാം പോയിട്ട് വളരെ because they are not able to disprove that Ayurveda is not tradition but a science. അതെ, ഇതെല്ലാം എഡ്യൂക്കേഷന്റെ ഫ്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ് കിട്ടാനായിട്ട് ആയുർവേദത്തിൽ ഒരു ഇന്റർനാഷണൽ OPD തന്നാൽ മതി. ഒരു 2 weeks അല്ലെങ്കിൽ ഒരു 1 month OPD SBEBA തന്നാൽ മതി. ലോകത്തെ എല്ലാ ഭാഗത്തുള്ള പേഷ്യൻസും will rush to SBEBA for acute and chronic conditions. Just give 1 month of OPD to SBEBA international level. ഞങ്ങൾ ഉപദ്രവം ചെയ്യാണ് പേഷ്യൻസിനെങ്കിൽ within 3-4 days you can cut it, considering ethics. We will stop all Western drugs. We will stop telling about the glory of Ayurveda also, scientific glory of Ayurveda also. We are ready to accept that, but give us an international. എല്ലാ ചാനൽസിലും അത് കാണിക്കാൻ വേണം. അതെ, എല്ലാ ചാനൽസിലും അത് കാണിക്കണം. വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ SBEBA OPD ആൻഡ് IPD. അത് വെച്ച് ജസ്റ്റ് 1 month വേൾഡിന് തരികയാണെങ്കിൽ ആയുർവേദം ട്രഡീഷൻ ആണോ, സയൻസ് ആണോ, സയന്റിഫിക് മെഡിസിൻ ആണോ കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അത് ഫിസിക്സും കെമിസ്ട്രിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഫിസിക്സും കെമിസ്ട്രിയും സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടല്ലോ പ്രൂവ് ചെയ്യുന്നത്. അല്ല, അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഫിസിക്സും കെമിസ്ട്രിയും ആരും ബയോസ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് വെച്ച്
പ്രൂവ് ചെയ്യാറില്ലല്ലോ. അതിനകത്തൊരു ഇന്നേറ്റ് സയന്റിഫിക് മെത്തഡോളജി ഉണ്ട്, ലോജിക്സ് ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഉണ്ട്, തിയറംസ് ഉണ്ട്, പ്രൂഫ്സ് ഉണ്ട്. അതുപോലെയാണ് ആയുർവേദം. ഇപ്പൊ 1+2 പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അന്നും 3 തന്നെയാണ്, ഇന്നും 3 തന്നെയാണ്. പിന്നെ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ ആയുർവേദ ഡോക്ടേഴ്സ് പറയാൻ റെഫർ ചെയ്യുന്നു, ഞങ്ങൾക്ക് റെഫർ ചെയ്യാൻ അറിയാമെന്ന്. ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യും? സ്ട്രോക്ക്. അതാ പറഞ്ഞേ, അവര് ദേ ആർ ഇൻ ടോട്ടൽ ഇഗ്നറൻസ്. അപ്പോൾ ഒരു മോഡേൺ ആയിട്ട് ഉണ്ടാകുന്ന രോഗങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ഈ ആയുർവേദ കോളേജിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കൊണ്ട് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഈ ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ട് ബേസിക്സ് തന്നെ അറിയില്ല. ഇപ്പോൾ വാതപിത്ത കഫം ദർശനങ്ങൾ വെച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ലൈഫ് ഫോഴ്സ് ആണെന്നെല്ലാം പറയുന്നത്. അതെല്ലാം ഒരുപാട് മണ്ടത്തരമാണ്. ഇറ്റ്സ് നോവെയർ റിലേറ്റഡ് ടു സയൻസ്. ഇത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഇതൊരു വ്യക്തിയെ ഡീമീൻ ചെയ്യാൻ വേണ്ടി പറയണതല്ല. ആയുർവേദ ശാസ്ത്രം ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ശാസ്ത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ചിട്ട് വേണം പറയാൻ. കാരണം നമ്മൾ ഒരു ശാസ്ത്രത്തിനെ ഡീമീൻ ചെയ്യാണ് ചെയ്യണത് നമ്മുടെ ഇഗ്നറൻസ് കൊണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാണെന്നല്ലേ പറയാൻ പറ്റൂ. പിന്നെ പറയണത് അപ്പൊ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കിനൊക്കെ SBEBL ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാ പേഷ്യൻസും രക്ഷപ്പെടാന്ന് ചോദിച്ചാൽ മോഡേൺ മെഡിസിനിലും എല്ലാ പേഷ്യൻസും രക്ഷപ്പെടുന്നില്ലല്ലോ. ക്ലോട്ട് അലിയിപ്പിക്കാനുള്ള മരുന്നാണ് അവർ കൊടുക്കണേ. അതൊരു ഭാഗ്യ പരീക്ഷണം മാത്രമാണ്. ICUയിൽ കയറ്റിയിട്ട് ഭാഗ്യ പരീക്ഷണം മാത്രമാണ്. ICUയിൽ കിടന്ന് തന്നെ ആൾക്കാർ മരിക്കുന്നു. ഈ ഡ്രഗ്സ് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഹാർട്ട് അറ്റാക്കിനെന്ന് പറഞ്ഞ് കഴിക്കുന്ന ഡ്രഗ്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആൾക്കാർ മരിക്കുന്നു. സോ അതിന് ഡ്രഗ്സ് എന്നല്ലാതെ വേറെന്താ പറയുന്നത്? സയന്റിഫിക് മെത്തഡോളജീസ് ഉണ്ട്. ഹാർട്ട് അറ്റാക്കിനെ എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, എന്തായിട്ട് മനസ്സിലാക്കണം ആയുർവേദത്തിൽ എന്നൊക്കെയുള്ളത് SBEBL റിസർച്ച് ഉണ്ട്. വി ഹാവ് ഹാൻഡിൽഡ് അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് കേസസ് ഓൾസോ. വി ഹാവ് സേവ്ഡ് പീപ്പിൾ ഓൾസോ. അതുപോലെ തന്നെയാണ് സ്ട്രോക്കിന്റെ കാര്യത്തിലും. ഇനീഷ്യലി എത്രയും പെട്ടെന്ന് ആയുർവേദത്തിലെ കറക്റ്റ് പ്രിൻസിപ്പിൾ ആണ് അപ്ലൈ ചെയ്യണത്. ഹെമറാജിക് സ്ട്രോക്ക് പറയുന്നില്ല, ബാക്കി ഇസ്കീമിക് സ്ട്രോക്ക് ആണെങ്കിലും ഇവൻ വിത്തിൻ ഡേയ്സ് ബെൽസ് പാൽസി, ഗില്ലൻ ബാരി സിൻഡ്രോം, ഇതെല്ലാം വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സർജിക്കൽ അല്ലാത്ത എല്ലാ കണ്ടീഷൻസിലും SBEBL ഉണ്ട് ഗൈഡ് ലൈൻസ്. ഒരു ട്യൂമറോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അല്ലാതെ ഒരു വൈറൽ ഇൻഫെക്ഷനെ ഫോളോ ചെയ്ത് ഇപ്പോൾ GBS ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബെൽസ് പാൽസി ഉണ്ടാകുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് വിത്തിൻ 2-3 days. ഇത് ദിവ്യൌഷധമല്ല, ഒരിക്കൽ കൂടി പറയാണ്, സയൻസിന്റെ സ്ട്രെങ്ത് ആണ്. സയൻസിനകത്തുള്ള ഗൈഡ് ലൈൻസ് ട്രാൻസ്ലേഷൻ റിസർച്ചിലൂടെ SBEBL ഡെവലപ്പ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഉണ്ട്, അൽഗോറിതംസ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് വെച്ചാണ് പേഷ്യന്റിനെ അപ്രോച്ച് ചെയ്യണത്. അല്ലാതെ ഒരു ഡ്രഗ് വെച്ചിട്ടല്ല, ഒരു പച്ചമരുന്നോ ഒറ്റമൂലിയോ കൊടുത്തല്ല. പിന്നെ നമ്പർ ഓഫ് പേഷ്യൻസിനെ വെച്ച് വീമ്പടിക്കുകയാണെന്ന് ആയുർവേദക്കാര്, അതെനിക്കറിയില്ല. അങ്ങനെ വീമ്പടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ പേഷ്യന്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ആയുർവേദക്കാർ അങ്ങനെ വീമ്പടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വിവരമില്ലായ്മന്നേ പറയാൻ പറ്റൂ. എത്ര പേഷ്യൻസ് ഹീലായിട്ട് പുറത്തു വരുന്നുണ്ട്, എത്ര പേഷ്യൻസ് നമ്മുടെ OPDയിൽ വരാതെ ഹീലായിട്ട് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അതാണ് ഒരു ഫിസിഷ്യനെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആയുർവേദം പറയണത്. പിന്നെ മോഡേൺ മെഡിസിൻ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാക്കും, ആയുർവേദത്തിന് കുഴപ്പമില്ല. ഇവിടെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് ഡ്രഗിനാണ് റിയാക്ഷൻ. ആക്ഷൻ ഉണ്ടാവുമ്പോൾ റിയാക്ഷൻ. കാരണം ഡ്രഗ് എന്താ ചെയ്യണത്? ഡ്രഗ് ചെയ്യണത് ബ്ലോക്കിംഗ്, മാസ്കിങ്, സപ്രസിങ്, ഡിപ്രസിങ്, ഇറിറ്റേറ്റിംഗ്, ഇങ്ങനെയൊക്കെ ബോഡിക്കകത്ത് എൻസൈംസ്, പാത്വേസ്, ഹോർമോൺസ്, കെമിക്കൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലി ദർ വിൽ ബി റിയാക്ഷൻസ്. അത് ഡ്രഗ് ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് ആയുർവേദത്തിലോ ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്, ഹീലിംഗ് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഹീലിംഗ് പ്രിൻസിപ്പിൾസിന് വേണ്ടിയുള്ള മെഡിസിൻ, അതും ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഉള്ള ക്ലാസിക്കൽ മെഡിസിൻ ആണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ ഒരു കോമ്പൗണ്ട് ഐസൊലേറ്റ് ചെയ്ത് എടുത്ത് കൊടുക്കുകയല്ല. ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ഉണ്ട്. ആർക്ക് എപ്പോൾ എവിടെ എന്ത് പ്രിൻസിപ്പിൾ അനുസരിച്ച് അപ്ലൈ ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു ഡിറ്റർമിനിസ്റ്റിക് സയൻസിന്റെ അടിസ്ഥാനമുള്ള ഒരു മരുന്ന് ഉപയോഗിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുമ്പോൾ അവിടെ നടക്കണ കാര്യം എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. അവിടെ ഈ പറഞ്ഞ രീതിയിൽ അഡ്വേഴ്സ് റിയാക്ഷൻ എങ്ങനെ വരും? വാട്ട് ഈസ് ദ അഡ്വേഴ്സ് റിയാക്ഷൻ ടു ഹീലിംഗ്? ഹെൽത്ത് മാത്രമല്ലേ, ഹീലിങ്ങിനെ തുടർന്ന് ഉണ്ടാവുന്ന കാര്യം നാച്ചുറൽ ഫിനോമിനൻ ഈസ് ഹെൽത്ത്. ഇപ്പൊ നമ്മളെ SBEBL ഒരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യുമ്പോൾ പല അസുഖങ്ങളും ഹീലാവും. ഒരു ഇൻഫെക്ഷൻ മാനേജ് ചെയ്യുമ്പോഴത്തേക്കും ഡയബറ്റീസ് ബെറ്റർ ആവും, BP നോർമൽ ആവും. ഒരു ദിവസം കൊണ്ട് തന്നെ വളരെ നോർമൽ ആവും.
മീൻസ് ഇൻഫ്ലമേഷൻ കുറയും, ഇൻഫ്ലമേഷൻ കുറയുമ്പോഴത്തേക്കും മെറ്റബോളിസം ഇംപ്രൂവ് ആവും, സർക്കുലേഷൻ ഇംപ്രൂവ് ആവും. ഇതൊക്കെ പ്രിൻസിപ്പിൾ ഓറിയന്റഡ് ആണ്. ഇതിങ്ങനെ ഞങ്ങളിങ്ങനെ എന്താ പറയുക ബോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. ഒരു സയൻസിലെ പ്രിൻസിപ്പിൾസിന്റെ സ്ട്രെങ്ത് ആണത്. ഇതിനെയൊക്കെയാണ് സയൻസ് എന്ന് പറയുന്നത്. സയന്റിഫിക് എന്ന് പറയുന്നത് എന്താണ്? സയന്റിഫിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലത്തെ സയൻസിനെ അപ്ലൈ ചെയ്യണതാണ്. ഇത് ലോക്കും കീയും പോലെയാണ്. അപ്പോൾ കീ ഉപയോഗിച്ച് തുറക്കുമ്പോഴത്തേക്കും there are no side effects. അപ്പോൾ കറക്റ്റായിട്ടുള്ള മെഡിസിൻ ആയിരിക്കണം, കറക്റ്റായിട്ടുള്ള ഡയറ്ററി മോഡിഫിക്കേഷൻ ആയിരിക്കണം. ഒരു ചെറിയ പീരീഡ് ഹീലിംഗ് കംപ്ലീറ്റ് ആവണ വരെ വേണ്ടു, ലൈഫ് ലോങ് ഒന്നും അല്ല. പ്ലസ് കറക്റ്റ് പ്രിൻസിപ്പിൾ ഓറിയന്റഡ് അപ്രോച്ച് ആയിരിക്കണം. അപ്പോൾ ഹീലിംഗ് നടക്കുകയാണ് ചെയ്യുന്നത്. ഇൻട്രിൻസിക് കോസിനെയും മെക്കാനിസത്തിനെയും കറക്റ്റായിട്ട് അഡ്രസ് ചെയ്ത് അതിനെ റിവേഴ്സ് ചെയ്യുന്നതാണ്. അതിന് നോ സൈഡ് എഫക്ട്സ്. ഇപ്പം മിനിറ്റിന് പുതിയ പേറ്റന്റ് ഡ്രഗ്സ് ഇറങ്ങണു, പോളിതെറാപ്പി, പ്രിസ്ക്രിപ്ഷൻ നിറച്ച് മരുന്നുകൾ. അതൊന്നും വെച്ച് ചെയ്താൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ക്ഷയരോഗി രക്തം തുപ്പി മരിച്ചിരുന്നു പണ്ട്. മുട്ടയും പഴം വേവിച്ചതും കൊടുത്ത് ക്ഷയരോഗി രക്തം തുപ്പി മരിച്ചിരുന്നു. അവരുടെ ഡ്രഗ് TB ഡ്രഗ് വന്ന് പിന്നെ 6 months ഡോട്ട് തെറാപ്പി വന്ന പിന്നെ അങ്ങനെ ആരും മരിക്കുന്നില്ല എന്നതാണ് അവരുടെ വാദം. അപ്പോൾ പണ്ട് നിങ്ങളുടെ ആയുർവേദം എവിടെയായിരുന്നു? TB ഉണ്ടായിരുന്നു, കോളർ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ SBEBA ഇല്ലായിരുന്നു, ആയുർവേദം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ക്രൂഡ് ഫോം ഓഫ് ആപ്ലിക്കേഷൻ ആയിരുന്നു, റിഫൈൻഡ് ആയിരുന്നില്ല, കൾച്ചേർഡ് ആയിരുന്നില്ല. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അന്ന് ഇല്ലായിരുന്നു. സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അന്ന് ഇല്ലായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷേ ഈ വെസ്റ്റേൺ സിസ്റ്റം വന്നപ്പോഴത്തേക്കും പുതിയ പുതിയ രോഗങ്ങൾ ഉണ്ടായി. അപ്പോൾ അവരാണ് ഇതിനെ അസസ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ അവരുടെ അഡ്വർടൈസ്മെന്റ് മാത്രമാണ്. അതായത് ഈ രോഗത്തിന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കുഴപ്പമുണ്ടാകും എന്ന് അഡ്വർടൈസ് ചെയ്തു. അങ്ങനെ അഡ്വർടൈസ് ചെയ്തിട്ട് അവരുടെ രീതിയിലാക്കി. അപ്പോൾ അവർക്ക് മാത്രമേ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ ഇതിന്റെ ചികിത്സയുള്ളൂ എന്നുള്ള പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയിട്ടാണ് ഈ ഇപ്പൊ ട്യൂബർകുലോസിസ് ആയുർവേദത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ? സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്, സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ഡയഗ്നോസ് ചെയ്യണം, ഓരോ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേജ് ഓഫ് ട്യൂബർകുലോസിസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് SBEBA ഉണ്ട്, സയൻസ് ബേസ്ഡ് എവിഡൻസ് ബേസ്ഡ് ആയുർവേദയിലുണ്ട്. പിന്നെ 2200 വർഷം പഴക്കമുള്ള, അതെന്ത് കണക്കാന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആയുർവേദക്കാർ പറയുന്ന കുറേ ശുദ്ധ ബ്ലണ്ടേഴ്സ്, വയറ് ക്ലിയർ ആക്കിയ തലവേദന മാറുന്നു, അവരുടെ ഇഗ്നോറൻസ് മാത്രമാണ്. അതൊന്നും ആയുർവേദം സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നുമല്ല. വയറ് ക്ലിയർ ആക്കുക, പിന്നെ ഡീടോക്സിഫൈ ചെയ്യുക, പഞ്ചകർമ്മം, ഡീടോക്സിഫിക്കേഷൻ, രോഗങ്ങളിൽ ഇതൊക്കെ വളരെ പഞ്ചകർമ്മത്തിന്റെ ആവശ്യമേ വരുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള രോഗകാരണത്തെ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ചികിത്സ കൊണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റും. യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ചെയ്യേണ്ട ആവശ്യമില്ല. മീൻസ് പഞ്ചകർമ്മവും ഇതേപോലെ ഛർദിപ്പിക്കലും വയറിളക്കലും ഒന്നും ആവശ്യമില്ലാതെ മെത്തേഡ്സും ആവശ്യമില്ലാതെ മിനിമൽ മെഡിസിൻ ആൻഡ് സയന്റിഫിക് ന്യൂട്രീഷൻ വെച്ച് റിവേഴ്സ് ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് SBEBA ഉള്ളത്. ഈ എന്താ പറയാ പഞ്ചകർമ്മത്തിന്റെ ഇത് പറഞ്ഞപ്പോഴാണ് ഡീടോക്സിഫിക്കേഷൻ ആണ് പഞ്ചകർമ്മം, വയറ് ക്ലിയർ ആക്കും. ഇതൊക്കെ വളരെ അസംബന്ധങ്ങളാണ്. ആയുർവേദ ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം, പഞ്ചകർമ്മം എന്ന് പറയുന്നത് ഡീടോക്സിഫിക്കേഷൻ അല്ല. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാനതിൽ സയൻറ്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് പഞ്ചകർമ്മം ഡീടോക്സിഫിക്കേഷൻ അല്ല എന്നുള്ളത്. ഇങ്ങനത്തെ ഡീടോക്സിഫിക്കേഷൻ എങ്ങനെയാണ് ബോഡിയിൽ നടക്കണേ എന്നുള്ളത് നമുക്കറിയാം അല്ലേ? എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയണത് ഇറ്റ് വിൽ മിസ്ലീഡ് പീപ്പിൾ. അതാണ് പ്രശ്നം. പിന്നെ ആയുഷ് റഫറിങ്, പിന്നെ മോഡേൺ മെഡിസിൻ ആൾ പറയാണ് പാരസെറ്റമോളാദി ലേഹ്യവും വടകവും ഒക്കെയാണ് അത്ര നമ്മൾ കൊടുക്കണം. അതൊക്കെ പൊടിച്ചിട്ടിട്ടുള്ള മരുന്നുകൾ അത്ര നമ്മൾ കൊടുക്കണം. എന്താ നിനക്ക് പറയാ, നല്ല ക്വാളിറ്റി കൺട്രോളിലുള്ള ഇതെല്ലാം തർക്കിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് കള്ളന്മാരാണ്. അല്ല, അതൊക്കെ കഴിച്ചിട്ട് മാറാതെയാണല്ലോ ഇങ്ങോട്ട് വരണേ. അതൊരു ഡോക്ടർ അതിനകത്ത് പറയുന്നുണ്ട്, ഇതൊക്കെ കഴിച്ച് മാറാതെയാണല്ലോ വരണത്. അപ്പൊ പിന്നെ ഇത് പൊടിച്ചിട്ട് കൊടുത്താൽ എങ്ങനെ മാറും? എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ക്വാളിറ്റി കൺട്രോൾ ഉള്ള ഗുഡ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്ന ഫോർമുലേഷൻസ് ഉണ്ടാക്കണം. മാനുഫാക്ചറിങ് കമ്പനീസ് ഇന്ത്യയിലുണ്ട്, ആയുർവേദ മാനുഫാക്ചറിങ് കമ്പനീസ്. പിന്നെ പറയുന്നത് വ്യക്തിയാധിഷ്ഠിത ചികിത്സ. അവിടെ ഒരു തമാശ ഉണ്ടായി. അതായത് DNA ഞങ്ങളിങ്ങനെ വെറുതെ മുഖഭാവം നോക്കിയല്ല, മോഡേൺ മെഡിസിൻ പറയാണ്. ഒരു ഡോക്ടർ പറയാം മുഖഭാവം നോക്കിയല്ല ഞങ്ങൾ ചികിത്സിക്കുക, ഞങ്ങൾ DNA നോക്കും, എന്നിട്ട് ഞങ്ങൾ
നിരീക്ഷണ പരീക്ഷണം നടത്തും. ഒരു പേഷ്യൻറ്റിന് പ്രമേഹം ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഏജ്, സ്ട്രോക്ക് വന്നിട്ടുണ്ടോ, ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടോ, ഹൃദയത്തിൻ്റെ ഭിത്തിക്ക് കട്ടിയുണ്ടോ, കരൾ പ്രവർത്തനത്തിന് കുഴപ്പമുണ്ടോ, കിഡ്നി പ്രവർത്തനത്തിന് കുഴപ്പമുണ്ടോ, ഇതൊക്കെ നോക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നോക്കാനുള്ള കാരണം ഇതൊക്കെ നെഫ്രോടോക്സിക് ആവാം, ഹെപ്പറ്റോടോക്സിക് ആവാം. ഈ കൊടുക്കാൻ പോണ പുതിയ ഗുളിക, ഓൾറെഡി ആൾക്കാരൊരു 10-12 ഗുളിക കാണും. അതിൻ്റെ കൂടെ നിങ്ങൾ കൊടുക്കാൻ പോണ പുതിയ മരുന്ന് ചിലപ്പോൾ എവിടെ ചെന്ന് അടിച്ച് കയറും എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കാനും കൂടി വേണ്ടിയല്ലേ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള നിരീക്ഷണ പരീക്ഷണം ചെയ്യണത്. ഇപ്പോൾ പ്രമേഹത്തിന് പല ഡ്രഗ്സും, ഒരു ഡ്രഗിൻ്റെ തന്നെ മൾട്ടിപ്പിൾ നോൺ ആൻഡ് അൺനോൺ സൈഡ് ഇഫക്ട്സും റിസ്കുകളും ഉണ്ട്. പിന്നെ നിങ്ങൾ 5, 10, 15 മരുന്ന് കൊടുക്കുമ്പോൾ എന്താണ് ശരീരത്തിൽ സംഭവിക്കണേ എന്നുള്ളതിന് എന്തെങ്കിലും ശാസ്ത്രീയ തെളിവുണ്ടോ? ഇത് എത്രത്തോളം റിസ്ക് ഉണ്ടാക്കും? അതെ, 12 മരുന്ന് ഒരുമിച്ച് കൊടുക്കുമ്പോഴത്തേക്ക്, ഒരു ഡസൻ മരുന്ന് ഒരുമിച്ച് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്തെങ്കിലും ശാസ്ത്രീയ തെളിവുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. അപ്പൊ ഈ നിരീക്ഷണ പരീക്ഷണം എന്ന് പറയുന്നത് ആൾക്കാരെ മാക്സിമം റിസ്ക് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ചെയ്യണതാണ് അല്ലേ? അതിനു വേണ്ടിയല്ലേ ഹൃദയം. ഇപ്പോൾ ആയുർവേദത്തിൽ അങ്ങനെയല്ല. സൂക്ഷ്മാണിജ എന്ന് വെച്ചാൽ വളരെ സൂക്ഷ്മമായിട്ട് കുറേ പാരാമീറ്റേഴ്സ് പറയുന്നുണ്ട്. ദൂഷ്യദേശ, കാലബല, അനല, ആഹാര, രസ, സാത്മ്യ, സത്വ, പ്രകൃതി, വയസാം, അവസ്ഥാന്തരാണി, ഇതിൻ്റെയൊക്കെ വേരിയബിലിറ്റി, യാനി അനുചിന്യമാനാനി താം നിഹന്തി ആതുരം. ഒരു സബ്ജക്റ്റിൻ്റെ ഇത്രയും പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് വളരെ സൂക്ഷ്മമായി നോക്കി പരിശോധിച്ച് മനസ്സിലാക്കി അത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിഹന്തി ആതുരം, പേഷ്യൻറ്റിനെ നിങ്ങൾ കൊല്ലുകയാണ്. തസ്മാത് ശാസ്ത്രാർത്ഥ കർമാനു ശീലനേന സംസ്കുർവീത പ്രജ്ഞാം എന്നാണ് ആചാര്യ ചരക പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ വിഡ്ഢിത്തം ചെയ്യരുത്. ശാസ്ത്രാർത്ഥ കർമാനുശീലനേന, സയൻറ്റിഫിക് നോളജിൽ നിങ്ങളുടെ കൾച്ചറിങ് നടന്നുകൊണ്ടിരിക്കണം. ഇതിനെയാണ് പഠനം എന്ന് പറയുന്നത്. ലൈഫ് ലോങ് committed learning is required in the principles of Ayurvedic science-based medicine and practice of that simultaneously to refine your intelligence and application in the patients. Tasmat shastrartha karmanushilnena samskurvida prajñam. അങ്ങനെ ആചാര്യ വാഗ്ബട പറഞ്ഞതാണ് ഈ പറഞ്ഞത്. അതിനേക്കാണ് പ്രിസിഷൻ മെഡിസിൻ എന്ന് പറയുന്നത്. അതാണ് SBBA ചെയ്യണത്. പിന്നെ പറയണത് BP എങ്ങനെ ചികിത്സിച്ചു, മെർക്കുറി ക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആയുർവേദത്തിലൊക്കെ മെർക്കുറി ക്ലോറൈഡ് നമ്മൾ ഉരുട്ടി പേഷ്യന്റിന് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഇതെല്ലാം മെഡിസിൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മെഡിസിന് റൂൾസ് ഉണ്ട്. എപ്പോഴാണ് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രിൻസിപ്പിൾ തീരുമാനിക്കേണ്ടത്, ആ പ്രിൻസിപ്പിളിനനുസരിച്ച് എങ്ങനെയാണ് മെഡിസിൻ തീരുമാനിക്കുന്നത്. അല്ലാതെ ഈ പേഷ്യന്റിന് മെർക്കുറി കൊടുത്തേക്കാം, മെർക്കുറി ക്ലോറൈഡ് കൊടുത്തേക്കാം, കുറച്ച് ഉരുട്ടി വെച്ചിട്ട് ഗുളികയാക്കി കൊടുക്കുകയല്ല. Ayurveda is not medicine-oriented science. It is science-based medicine. There is definite scientific body of structured knowledge explaining logics, principles and guidelines. What, where, when, how this medicine, why this medicine, how is the quality control of this medicine. Everything has its own definite, precise explanation with reasoning in Ayurvedic science. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സയൻസ് ഒന്നും അല്ല ആയുർവേദം. നിങ്ങൾ ഈ ഒറ്റമൂലി വൈദ്യന്മാരുടെയും ഈ എന്താ പറയുക മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുന്ന വൈദ്യന്മാരുടെയും കാര്യം വെച്ചാണ് ഈ ആയുർവേദത്തിനെ ജഡ്ജ് ചെയ്യാൻ വരണത്. നിങ്ങൾക്ക് ആയുർവേദത്തിനെ ജഡ്ജ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കൂ. അറ്റ്ലീസ്റ്റ് ഫണ്ടമെന്റൽ നേച്ചർ മനസ്സിലാക്കൂ. എന്നിട്ട് എന്തെങ്കിലും പറയൂ. അല്ലെങ്കിൽ ഇറ്റ് മേക്സ് നോ സെൻസ് ആൻഡ് ഇറ്റ് ഈസ് വേസ്റ്റ് ഓഫ് ടൈം അറ്റ് ഓൾ. ആൻഡ് പിന്നെ അവർ പറയുന്നത് ബ്രില്യൻ്റിൽ കോച്ചിങ് സെൻറ്ററിൽ 5ാം ക്ലാസ് മുതൽക്ക് പഠിച്ച് വളരെ സഹനശക്തിയോടെ പഠിച്ച് സാക്രിഫൈസ് ചെയ്താണ് അവർ MD DM ഒക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ പക്ഷെ അങ്ങനെയല്ല. നമ്മളിങ്ങനെ സിനിമയൊക്കെ കണ്ട് നടന്നു പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഡിഗ്രി തന്ന് അതെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചികിത്സിച്ചു. ഞങ്ങൾ 5ാം ക്ലാസ് തൊട്ട് ഒന്നും പഠിക്കുന്നില്ല. പറിച്ചു കൊടുത്ത് ആയുർവേദ ഡോക്ടേഴ്സൊക്കെ ഹോമിയോ ഡോക്ടേഴ്സൊക്കെ അങ്ങനെയായിരിക്കും. ഒന്നും പഠിക്കില്ലായിരിക്കും, ഇങ്ങനെ കറങ്ങി നടന്ന്. ഇവരുടെ ഈ അഡ്വർടൈസിങ് രീതിയാണ് ഇവരുടെ എക്സിസ്റ്റൻസ് തന്നെ. അവർ പഠിക്കുന്നത് തൊട്ട് അവർക്ക് എൻട്രൻസിന് കിട്ടിയില്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്, എൻട്രൻസിന് കിട്ടിയാൽ അഡ്വർടൈസ്മെന്റ്, ഒരു രോഗിയെ ഡയഗ്നോസ് ചെയ്താൽ അഡ്വർടൈസ്മെന്റ്, 10 പേർക്ക് വയറിളക്കം കണ്ടുപിടിച്ചാൽ അഡ്വർടൈസ്മെന്റ്, ആ 10 പേരിലെ 2 പേര് മരിച്ചു കഴിഞ്ഞാൽ അതിന് അഡ്വർടൈസ്മെന്റ്, അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് അഡ്വർടൈസ്മെന്റ്, അവിടുന്ന് ഹാർട്ട് കൊണ്ടുവരുന്നു, ഇപ്പൊ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്നു, ഹൃദയം മാറ്റിവെക്കൽ ഇപ്പൊ അസുഖം മാറ്റുന്നില്ലല്ലോ,
ഇപ്പോൾ ഡാമേജ് ആയ ഒരു സാധനം മാറ്റി വെച്ച് വേറൊരു സാധനം വെക്കുന്നു എന്ന് പറയുന്നത് ചികിത്സയല്ല. റിപ്പയർ ആൻഡ് റെസൊല്യൂഷൻ ഇസ് മോർ സയന്റിഫിക് ദാൻ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെന്റ്. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ആഡ് ഓൺ എ പോയിന്റ് ദർ. റിപ്പയർ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് പാത്തോളജീസ് ഈസ് അൾട്രാ സയന്റിഫിക് ദാൻ റിമൂവൽ ആൻഡ് റീപ്ലേസ്മെന്റ് ഓഫ് ഓർഗൻസ്. ഞാൻ അതിനെ ഓർഗൻ റീപ്ലേസ്മെന്റിലേക്ക് എത്തണ രീതി എങ്ങനെയാണെന്നുള്ളത് പറയാൻ മിസ്മാനേജ്മെന്റ് ആണ്. സീരീസ് ഓഫ് ബ്ലോക്കിംഗ്, മാസ്കിങ്, സപ്രസിങ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് ഒരാളുടെ ഓർഗൻ റീപ്ലേസ് ചെയ്യേണ്ട പരുവത്തിലാവില്ല. അതിനൊരു സീരീസ് ഓഫ് മിസ്മാനേജ്മെന്റ് സ്റ്റോറി ഉണ്ട്. ഇനി പഠിക്കണ കാര്യം, നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് BAMSഉം MDയും PhDയും എല്ലാം ചെയ്യണം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയണ പോലെ സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കലല്ല ഞങ്ങളുടെ പഠനം. ഞങ്ങൾക്ക് സയൻസിൽ കൃത്യമായ ജ്ഞാനം ഉണ്ടെങ്കിലേ പേഷ്യൻറ്റിനോട് ജസ്റ്റിസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ആയുർവേദ പ്രിസ്ക്രിപ്ഷൻസിൽ 10 മരുന്നുള്ള പ്രിസ്ക്രിപ്ഷനും അലോപ്പതിയുടെ കൂടെ ആയുർവേദ മരുന്ന് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസുമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. അതൊന്നും ശാസ്ത്രീയ ആയുർവേദ പ്രിസ്ക്രിപ്ഷൻസ് അല്ല. അത് കൃത്യമായിട്ട് സയൻസ് ബേസ്ഡ് മെഡിസിൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർക്കേ സയൻറ്റിഫിക് പ്രാക്ടീഷണർ ആവാൻ പറ്റൂ ആയുർവേദത്തിൽ. അത്തരത്തിലാവണമെങ്കിൽ എന്തുമാത്രം എഫേർട്ട്. നിങ്ങൾ പഠിക്കുന്ന കരിക്കുലം കൂടാതെ ആയുർവേദത്തിലെ കംപ്ലീറ്റ് സയൻസ്, ബേസിക് ആൻഡ് അപ്ലൈഡ് സയൻസ്, ആയുർവേദിക് അനാട്ടമി, ഫിസിയോളജി, പാത്തോളജി, ഫാർമക്കോളജി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ കീഴാർനെല്ലി കൊടുക്കലല്ല. ഫാർമക്കോളജി ഉണ്ട്, ഫാർമക്കോ ഡൈനാമിക്സ്, കൈനറ്റിക്സ്, ടോക്സിക്കോളജി, ഗൈനക്കോളജി, എല്ലാറ്റിലും വളരെ ഡീപ്പ് ലെവലായിട്ടുള്ള സ്റ്റഡി ഉണ്ട്. ഇനി പ്രസവം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ആയുർവേദ പ്രസൂതി തന്ത്രത്തിൻ്റെ ഡോക്ടേഴ്സും ഫാക്കൽറ്റീസിൻ്റെയും പോരായ്മയാണ്. അതിൻ്റെ ടെക്നിക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനി എവിടെയെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അത് അവിടുത്തെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പോരായ്മ എന്നേ അതിനെ പറയാൻ പറ്റൂ. പിന്നെ ആന്റിബയോട്ടിക് പോലും കൊടുക്കാനില്ലെന്ന് ഒരു മോഡേൺ മെഡിസിൻ പറയാം. ആന്റിബയോട്ടിക് കൊടുക്കണേ, ഞങ്ങള് ജേംസിനെ കൊല്ലണ കളിയല്ല കളിക്കണേ. വി ആർ ഇന്റർവീനിങ് അപ്പോൺ ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂൺ ഇന്റലിജൻസ്. എന്നിട്ടാണ് ഞങ്ങൾ അസുഖം മാറ്റണത്, ഇൻഫെക്ഷൻസിനെ. വി ഡോണ്ട് വോണ്ട് ആന്റിബയോട്ടിക്സ്. പിന്നെ പ്ലേഗ് വസൂരിയൊക്കെ വന്ന് മേടിച്ചിരിക്കുമായിരുന്നു നമ്മളല്ല അന്നത്തെ ആൾക്കാർ. അതിന്റെ കാരണം അന്ന് പ്രിസിഷൻ സ്റ്റാൻഡേർഡ്സ് ഒന്നും എമേർജ് ചെയ്തിട്ടില്ല. ആയുർവേദം ബാക്കിയുള്ള സയൻസിനെ എല്ലാം സപ്രസ് ചെയ്തിരുന്നു. അതുകൊണ്ട് അവരുടെ ഒരു എന്താ പറയുന്നത്, ഒരു മേൽക്കോയ്മ അതായിരുന്നു ആയുർവേദത്തിന്റെ ഒരു ചുതിക്ക് കാരണം. അപ്പോൾ അത് കാരണം തന്നെയാണ് നമ്മളിപ്പോൾ പുതിയ രോഗങ്ങൾ ഉണ്ടാകുന്നതും ഫിസിയോളജിയും അനാറ്റമിയും മോഡേൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കരിക്കുലത്തിലും ഇൻക്ലൂഡ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ സിസ്റ്റമാണ് എല്ലാ പേഷ്യൻസിനും ആദ്യം അവിടെ പോകുന്നുണ്ട്, നമ്മുടെ അടുത്ത് വരണത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ അത് പഠിച്ചേ പറ്റൂ. നമുക്ക് മോഡേൺ മെഡിസിൻ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ മോഡേൺ മെഡിസിൻ പഠിക്കുന്നത്, അല്ലാതെ പ്രിസ്ക്രൈബ് ചെയ്യാനല്ല. നിർത്താൻ വേണ്ടി തന്നെയാണ് പഠിക്കണേ. ആ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നുമുണ്ട്. ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് അത് മോഡേൺ മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല, അത് മോഡേൺ സയൻസിന്റെ ആണ്. അതെ. അപ്പോ പിന്നെ ഈ ബയോസ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ഈ RCT ഒക്കെ പ്രിമിറ്റീവ് ആണ്. അതൊന്നും ആയുർവേദത്തിൽ ചിലവാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആയുർവേദത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, നേച്ചർ ഓഫ് സയൻസ് ഇസ് ഡിഫറെന്റ്. ഹെവി ആയിട്ടുള്ള സയൻസ് ആണ്, നോളജ് ഹെവി ആയിട്ടുള്ള സയൻസ് ആണ്. അതിനകത്ത് ആയുർവേദം വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ, സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ആയുർവേദത്തിൽ. ദാറ്റ് ഈസ് എ പോയിന്റ്. ഐ തിങ്ക് വിൽ കൺക്ലൂഡ് ഹിയർ വിത്ത് ദ പോയിന്റ് ദാറ്റ് ഇന്റഗ്രേറ്റഡ് മെഡിസിൻ അല്ല ആവശ്യം. ആയുർവേദത്തിൽ തന്നെ പല സിസ്റ്റംസിലുള്ള പാത്തോളജിയെ ഇന്റർലിങ്ക് ചെയ്ത് മനസ്സിലാക്കി ട്രീറ്റ് ചെയ്യാൻ പറ്റും. മിനിമൽ മെഡിസിൻ, അതിനുള്ള മെത്തേഡ്സ് ആണ് SBEBA ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ SBEBA മേക്സ് ദ പ്രോമിസിങ് ഫ്യൂച്ചർ ഫോർ ആയുർവേദ. താങ്ക് യു.